ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഈ കുക്കീസ് റെഡിയാക്കാൻ സാധിക്കും. ഓവൻ ഇല്ലെങ്കിലും നമുക്ക് അടുപ്പിൽ വെച്ച് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ കുക്കീസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ തിരുമിയതാണ്, പൊടിച്ചെടുത്തു. അപ്പോൾ ഒന്ന് പൊടിയായിട്ട് കിട്ടി. ഈ തേങ്ങ ഒരു പാനിലിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഡെസിക്കേറ്റഡ് കോക്കനട്ടിന് പകരമാണ് ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള തേങ്ങ തന്നെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ പാക്കറ്റിൽ കടയിൽ നിന്ന് വാങ്ങുന്നത്. ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലിത് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പുറം ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ ഇതുപോലെ നല്ല വെളുത്ത നിറത്തിൽ തന്നെ കിട്ടും. ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. നിറം മാറേണ്ട ആവശ്യമില്ല, ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 2 കപ്പ് മൈദയും 1 കപ്പ് വറുത്തെടുത്ത തേങ്ങ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡർ എല്ലാ സ്ഥലത്തേക്കും ആകട്ടെ. ഒരു ബൗളിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിൽ 1 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 3-4 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ പഞ്ചസാരയും ബട്ടറും കൂടി നല്ലതുപോലെ മിക്സായി ഒരു വെളുത്ത നിറത്തിലേക്ക് വരണം. അതിനുശേഷം 1 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കാം. വാനില ഇല്ലെങ്കിൽ 2-3 ഏലക്കായ എടുത്ത് പൊടിച്ച് ചേർത്താൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇത് മൈദയും ബേക്കിംഗ് പൗഡറും തേങ്ങയും ചേർന്ന മിശ്രിതമാണ്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലൊരു സ്നാക്സാണ്. ഇതിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ചേർക്കുന്നത്. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ. 1-2 വീതം കുട്ടികൾക്ക് ദിവസവും കൊടുക്കുന്നത് വളരെ നല്ലതുമാണ്. അപ്പോൾ നമ്മളിന്ന് കടകളിൽ നിന്ന് ഓരോന്ന് വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് വീട്ടിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ. ഇത് ഞാൻ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഓവനില്ലാത്തവർ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ പാനിൽ നമുക്ക് ഈ കുക്കീസ് റെഡിയാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്. ഇപ്പോഴിത് മുഴുവനായി ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോയാണിത്. ഇതിൽ നിന്ന് നമുക്ക് ഇത് വയ്ക്കുകയൊന്നും വേണ്ട, ഉടനെ തന്നെ കുക്കീസ് റെഡിയാക്കാം. കുറച്ച് തേങ്ങയുടെ പൊടി എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. ഞാനിങ്ങനെ ചെറിയ റൗണ്ടുകളാക്കിയാണ് എടുക്കുന്നത്. നല്ല സോഫ്റ്റാണ്, നല്ല ബട്ടറൊക്കെ ചേർന്നതാണല്ലോ. ഈ തേങ്ങാപ്പൊടിയിലൊന്ന് പുരട്ടിയെടുക്കാം. അതിനുശേഷം ഏതിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ട്രേയിലാണ് വയ്ക്കുന്നത്. ഒരു ബട്ടർ പേപ്പർ വച്ചിട്ടുണ്ട്. കുക്കീസ് അല്പം ദൂരെയായിട്ട് വയ്ക്കണം. ഇങ്ങനെ മുഴുവനായിട്ട് വെച്ചു ഇതിനെ ബേക്ക് ചെയ്യാം. 13 മുതൽ 15 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. 170 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓരോ ഓവനും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട് ടൈമിങ്ങിൽ. അതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പോൾ ഇതിവിടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസാണിത്. കുറച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കുക. നല്ല ക്രിസ്പിയാണിത്. അതുപോലെ തേങ്ങയുടെ നല്ല ഫ്ലേവറുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.